കാലിക്ക് സിംഹം പുലി നരസിംഹം എടാ നീ പറഞ്ഞ അതല്ല ഇത് പറയേണ്ടത്. ഇപ്പൊ ആക്ഷൻ കാണിക്കും. അപ്പൊ നിങ്ങ പറയണം വട്ടാണെന്നോ. പിള്ളേരെ വിളിക്കണം, നല്ല രസമായിരിക്കും. ഒരു ദിവസം ഞങ്ങ അവിടെ കളിച്ചിട്ട് ചേച്ചി എടീ കുരിശാണാടി പറയണോടി കടല എല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ച് പഴയതാണോ പുതിയതാണോ? എന്റെ ചേട്ടി അഞ്ജലി എന്റെ ചേട്ടി പറഞ്ഞെന്ന് ഇവിടെ പുതിയ പടാണ്. ഒന്ന് പുതിയ സിനിമ പുതിയ ഹിറ്റ് പടമാണ്. അങ്ങനെയൊക്കെ നിങ്ങക്ക് അയ്യോ ഇത് കാണിക്ക്. ഇങ്ങനെ സർവമ്മയാണോ? അങ്ങനെ രാജി കഠിനമായി പറയാൻ അവിടെ കൊടുക്കേ നല്ലൊരു സംഭവം നന്നാവൂലെന്നാണ് ഇപ്പൊ കാണിച്ചത് അക്ഷരം. നിക്കുന്ന എന്തിട്ടാ കാണിക്കുന്നത്? ഇങ്ങനൊക്കെ കാണിക്കാൻ പാടില്ല പാടില്ല. ചേട്ടൻ ആ സാധനം ഇല്ലേ? ഓർത്ത് നോക്കൂ കൊറേ പുറകോട്ട് പോ അപ്പൊ കിട്ടും. അതെ അങ്ങനെ നടനൊക്കെ പറയരുത്. ചിലപ്പോ അതിലെ ഫേമസ് പാട്ടായാലും മതി. അതായിക്കോട്ടെ, അത് മനസ്സിലാവും അവർക്ക്. അതല്ല വാത്സല്യമായിരുന്നു ഞങ്ങളെ സിനിമ. ചിരി വന്നിട്ട് ഹൈറ്റ് മീശ ഹൈറ്റുള്ള മീശ 2 ലവ് ചിത്രം ഹൈറ്റ് മീശ അത് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ മമ്മൂട്ടി അല്ല പക്ഷേ ചിലപ്പം ആ കഥാപാത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പേരായിരിക്കും എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ചതിക്കാത്ത ചന്ത് എങ്ങനെ കാണിക്കും? ചതിക്കാത്ത ചന്ത് ഞാൻ കാണിക്കാൻ വന്നത് മമ്മൂട്ടിയുടെ ഒരു ഇതിൽ മറ്റേ ആ ഒരു മടക്കം സംഭവത്തിലോട്ട് ഞാൻ വന്നത്. അപ്പൊ ഞാൻ പറയാൻ വന്നത് ഇത് സിനിമയാണ്. പിന്നെ മലയാള സിനിമയിൽ 2 വലിയ ആൾക്കാരെന്നുള്ള മമ്മൂട്ടി മോഹൻലാൽ അല്ലേ, അതിന്റെയാണ് ഞാന് സ്റ്റെപ്പില്ലേ മമ്മൂട്ടിയാണ് അല്ലാതെ എനിക്ക് അതിനകത്ത് നവ്യ നായരും ജയസൂര്യനും മാത്രം. അയ്യോ അതിന്റെ അടുത്തൂടെ പോയില്ല. അങ്ങനെ തന്നെ കൊടുക്കണം. നല്ലോണം കൊടുക്കും.
നല്ലത് കൊടുത്തിട്ടുണ്ട് ഞാൻ ജിത്തുനെ കൊടുത്ത് എങ്ങനെ കാണിക്കുന്നു നോക്കട്ടെ അമ്പടാ അങ്ങനെ പറ്റൂലല്ല സൂര്യനെ വിളിക്കോ നോക്കട്ടെ ആ ഇവിടെ മിണ്ടണ്ടിട്ടാ നിങ്ങ പറയണോട്ടാ അവര് പറയട്ടെ കൃഷ്ണ ഗുരുവായൂര് ഗുരുവായൂരമ്പലം കുഴപ്പമില്ല. അവിടെ വീട് വെക്കാൻ പോകുന്നു 2 നില വീട്. വീടിന്റെ വേറെ മുകളിലത്തെ നില മിണ്ടാണ്ടിക്ക് വരുമ്പോ ഹൗസ്. കിട്ടൂല നിങ്ങ ഞങ്ങൾക്കും തന്നത് അങ്ങനത്തെ ചതിക്കാത്ത ചെറുതേ പൊട്ടനായി പൊട്ടനായി ഹൗസ് ഉണ്ട്. വീടിന്റെ പിന്നാമ്പുറം പൈസ പെണ്ണിന്റെ പിന്നാമ്പുറം. അല്ല നിങ്ങളിത് കൃഷ്ണകുടി ബാക്കി പറ മുഴുവനാക്ക് അല്ല ഞാൻ പറഞ്ഞു നെയ്യും പിന്നെയും അതെ മാവ് കൊടുക്കണം രാവിലെ എഴുന്നേക്കുമ്പോ അതൊക്കെ പറയട്ടെ മാവ് കുറച്ചോടി അത് പറയണ പേര് പറ ഇടിയപ്പം പഴയതാണോ പുതിയതാണോ പണ്ടത്തെ സാധനം ചപ്പാത്തി സിനിമയുടെ പേരല്ലേ സിനിമയുടെ പേരല്ലേ ബോധമുണ്ട ആ സിനിമ വേറെതല്ല അവക്കട്ട ഒരു പണി വെച്ചു ഞങ്ങളല്ല പറയണ്ട അവരാ പറയണ്ട അങ്ങോട്ട് നോക്കി പറഞ്ഞ അവരാ പറയണ്ടേ ഞങ്ങളല്ല അവരെ കാണിക്ക അവർക്ക് മനസ്സിൽ വിളിച്ചാ മതി പറയുന്നില്ല അതിന്റെ അകത്ത് അഭിനയിച്ച നടന്നോ നല്ലാണെങ്കിൽ തലകുലുക്കി കാണിച്ചാൽ മതി. അയ്യോ അവള് പറഞ്ഞല്ല നടൻ അത് ആക്ഷൻ കാണിക്കാൻ പറ്റുള്ളൂ
പിന്നെ അതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. പറയട്ടെ ശരത്തിന്റെ ജനറേഷനിലുള്ള ആള് അത് ഞാൻ പറയാം. അത് പറയണേ അവരെന്തായാലും പറയട്ടെ, അവര് തെറ്റണം, അവരങ്ങനെ വഴി തെറ്റിച്ച് പോട്ടെ ചേച്ചി, നമ്മളത് പ്രോത്സാഹിപ്പിക്കണം. തോറ്റെന്ന് പറ, തോറ്റ് ഞങ്ങൾ പറഞ്ഞു ഏതാ സിനിമ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂലേ? ഇല്ല, മാർക്ക് വേണ്ട, മാർക്ക് ഞാൻ വേണ്ട. തോറ്റ്, നീ ഇപ്പൊ ഇവിടെ വന്നോ? വിജി ചേച്ചി ഞാൻ തോറ്റെന്ന് നിങ്ങൾ അതൊന്നും നേരത്തെ ഞങ്ങൾ തോറ്റപ്പോ നിങ്ങളെ കൊണ്ട് ജയിപ്പിച്ചില്ലല്ലോ. എന്ത് മനസ്സിലാവും? ഡയലോഗ് കാണിക്കണം. നിന്റെ എങ്ങനെ ഡയലോഗ് ആ ശരി ശരി, നിന്നെ ഇപ്പൊ ഞാൻ വിളിക്കലുണ്ട്. നീ എവിടെ നിന്നെ വിളിക്കണോ? നിന്നെ വിളിക്കണോ? അല്ല, അവളെ വിളിക്കണില്ല, നിന്നെ വിളിക്കണം. ഞാൻ പോലും ഞാനാ പുള്ളി പൊന്തണം കൂട്ടത്തിൽ കൂട്ടാൻ അതൊക്കെ പറ്റില്ലെങ്കിൽ ഞാൻ പിന്നെ പറയണേ, നീ ഒരു അതല്ല ഒരാക്കം കൂടി അതല്ല നീ വേണമെങ്കിൽ ഇത് പാസ് കൊടുക്കാന്ന് ആ വിജിക്ക് അത് രണ്ട് ഇത് ഞാൻ തോറ്റാണ് പറയണത്. ഞാൻ വേഗം തന്നെ അഭിനയിച്ചു കാണിച്ചിട്ട് തോറ്റു വെരി ഗുഡ്. എന്റെ ഭാര്യ എന്റെ ഭാര്യ കണ്ടില്ല. പിന്നെ എന്റെ ഭാര്യ അങ്ങനെ വേണമല്ല. അവര് അങ്ങനെ തോറ്റാ പിന്നെ കാണിക്കാൻ പറ്റില്ല. പിന്നെ വെറുതെ ഈ സിനിമ കാണിക്കണം, വേറെ സിനിമ ഉത്തരം പറഞ്ഞ പോലെ മാൻ തുമ്പി 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 തൂവാന തുമ്പികളാണ്. തുമ്പി 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 പൂമ്പാറ്റ തുമ്പി അത് കാണിച്ചില്ല. അങ്ങനെ അമ്മ അമ്മേ 211 നേരത്തെ അത് പറഞ്ഞില്ല. ഒരിക്കലും പറയൂല ഇത്തിക്കരെ പറ്റി. അതെങ്ങനെയാണ് ഇത്തിക്കരപ്പക്കി കാണിച്ചതാ. വാമോനെ കിടക്കാന്ന് ഉണ്ടോ? ഇല്ലേ ഇല്ലേ അപ്പൊ പരിപാടിക്കാൻ എല്ലാരും പോയാ അത് നമ്മൾ വിളിക്കൂല.
ഇയാള് ഒരു മിക്ക വീടുകളിലുണ്ട് മറ്റേ ഒരു ആൾക്കാർ വന്നിട്ടില്ല. ആൾക്കാരെന്തേ എല്ലാരും പോയി അയ്യോ എല്ലാരും പോയേക്കാണ് നിർത്തിയ ചേച്ചി അല്ല നടരാരാ ചേച്ചി? ആ ഞാൻ ആദ്യമായിട്ട് അല്ല ഉള്ളതാ ഉള്ള സിനിമ വേണ്ടേ നിർത്തേണോ ഇതൊക്കെ പോയി എൻ്റെ ഒരു വിശ്വാസത്തിൽ മലയാളി അല്ല, നായിക മലയാളിയല്ല. ആ സിനിമയിൽ നടനാണ് ഹിന്ദി നടനാണ് ഹിന്ദി നടനാണ്. ഹിന്ദിയിൽ മാത്രമൊന്നല്ല വേറെ പ്രധാനപ്പെട്ട സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഹിന്ദിയിലുണ്ടാവും. ഹിന്ദി അദ്ദേഹത്തിന്റെ ഞാൻ ഹിന്ദിയിൽ കൂടുതലും വില്ലനായിട്ടാണ് അഭിനയിക്കണത്. മലയാളത്തിൽ സ്വന്തം മോളെ തെറ്റിക്കണം. ഇതാണ് അച്ഛൻ, ഇതാണ് അച്ഛൻ. എന്റെ കീഴെ പോന്നൊരിക്കും പറഞ്ഞു കൊടുക്കല്ലേ, നീങ്ങി പോക്കോണം. നിനക്ക് ഉണ്ട് അച്ഛനും പറഞ്ഞു കൊടുക്കല്ലേ. എനിക്കറിഞ്ഞൂടാ. എടാ ഗൈസ് പെട്ടെന്ന് വാ, അല്ലെങ്കിൽ ഇവിടെ ചോദ്യം ഒത്തിരിയൊക്കെ ചോരും ഗൈസ്. തല കിട്ടണം. തല എവിടെ? തലയില്ലാത്ത മനുഷ്യനാണത്. ഈ ഗ്രൂപ്പിലുള്ളവർ പെട്ടെന്ന് വരണം. അച്ഛനും മോളും കൂടെ നിന്ന് മിക്കവാറും ചോർത്തും. ഇങ്ങനെയാണ് പേര് പറഞ്ഞത്. നീ വേണ്ടത്. ഹലോ അച്ഛൻ ഇവിടെ വന്നിരിക്കും. അച്ഛൻ ഇവിടെ വന്നിരിക്കും. അച്ഛൻ രഹസ്യം ചോർത്തരുത്. അതെനിക്ക് കറക്റ്റ് അറിയില്ലാണോന്ന്. അയ്യോ ഇതെങ്ങനെ പറയും അതെങ്ങനെയൊക്കെ പറഞ്ഞോളൂ, അത് അവര് പറഞ്ഞോളൂ. ചേച്ചി എങ്ങനെ എത്തിക്കേപ്പോ അതുപോലെ പറഞ്ഞോളൂ. കൊല്ലും ഞാൻ. അയ്യോ അല്ല സിനിമയുടെ പേര് തന്നെയല്ലേ? അശ്ശോ പാവ അവിടെ എന്തോരം പരിശ്രമിക്കണം ഈശ്വര, നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തത്. അത് നീ പറഞ്ഞല്ല. വിസ്മയം സ്ഫോടനമാണ്. ബോംബ്. ബോംബെ. അല്ല ചേട്ടന് സിനിമ എന്തായാലും സിനിമാ പേര് പറയാൻ അമൃതത്തിൻ്റെ ടീം അവർ ജയിച്ചു. ഞങ്ങൾ 8 നിലയിൽ പൊട്ടി ഗൈസ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അന്താക്ഷരിയൊക്കെ കളിച്ചു. അപ്പോഴത്തേക്ക് സമയം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് ഉറങ്ങണം, കാരണം രാവിലെയാണ് ഞങ്ങൾക്ക് സൂര്യനെല്ലിയിലൊക്കെ പോകാനുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്റൂം. ഞാനും വിജി ചേച്ചി രമ ചേച്ചിയും കൂടെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പം ശരി, അവർ രണ്ടുപേരും കിടക്കാൻ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ 2 റീലൊക്കെ ചെയ്ത് നോക്കാമെന്ന്. കുറച്ച് നേരം റീൽ